Good morning. ഫസ്റ്റ് തന്നെ കഴിഞ്ഞ ദിവസം ഹോംവർക്ക് ചെയ്ത് പോസ്റ്റ് ചെയ്യാത്തവർ എത്ര പേരുണ്ടെന്ന് ആദ്യം ഒന്ന് പറയാം. സത്യമായിട്ട് അത് പറയാ ചെയ്യാത്തവര്. അജിസല് ചെയ്തിട്ടില്ല, ഹസന ബാക്കിയുണ്ട്, നജ ഫാത്തിമ, പിന്നെ തോഷിൻ ചെയ്തോ? ആസിയ സഫ. ഇവരെല്ലാം ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ. ഹസനയുടെ കാര്യം പറഞ്ഞു. ആസിയ അൺമ്യൂട്ട് ചെയ്തേ. എന്തുകൊണ്ടാ ഹോംവർക്ക് ചെയ്യാത്ത? അതെന്താ? അത് കുറച്ചല്ലേ ഉണ്ടായിരുന്നല്ലോ, അതെന്താ തീരാത്തത് നിങ്ങള്? ഞാൻ കഴിഞ്ഞ പാഠത്തിന്റെ ക്ലാസ്സിൽ വന്നിട്ടില്ല. അത് എഴുതിന്നാണോ പറഞ്ഞ? എഴുതിയില്ലെന്നാണോ? അത് എഴുതിനെ, പക്ഷെ ഹോംവർക്ക് എഴുതിയിട്ടില്ല. ഈ ഒരാഴ്ചയായിട്ട് നിങ്ങൾക്ക് ഹോംവർക്ക് ചെയ്യാൻ സമയം കിട്ടിയില്ല? നിങ്ങൾക്ക് ഞാൻ മൈനസ് മാർക്ക് ഇടും ഇവിടെ. ഹിന്ദിയിൽ ഫുള്ള് പറഞ്ഞു തരുന്നുണ്ട്, ബാക്കി വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തരുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് അത് നോക്കി എഴുതാൻ പറ്റുന്നില്ല അല്ലെ? ഈ പീരീഡ് കഴിഞ്ഞ പാടെ എഴുതി അത് പോസ്റ്റ് ചെയ്തോണം. കംപ്ലീറ്റ് പറഞ്ഞു. നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ തന്നെ ഒന്നും ചെയ്യാൻ പറഞ്ഞിട്ടില്ല, എല്ലാം പറഞ്ഞു തന്ന കാര്യങ്ങളാണ്. അതുവരെ എഴുതിയിട്ടില്ല അല്ലെ? ഈ പീരീഡ് കഴിഞ്ഞ പാടെ ആ ഹോംവർക്ക് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്ത് തീർത്തിട്ടുണ്ടാവണം. നജ നജ മോളെ കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. എനിക്ക് എന്നെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? നജിക്ക് മിസ്സിനെ കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. നിങ്ങൾ ഇപ്പൊ ഹോംവർക്ക് ചെയ്തില്ല എന്ന് പറഞ്ഞ കുറെ കുട്ടികളുണ്ടല്ലോ, അവരെന്താ ചെയ്യണ്ടത്? ഈ പീരീഡ് കഴിഞ്ഞ പാടെ 10 മിനിറ്റിനുള്ളിൽ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം എഴുതി പോസ്റ്റ് ചെയ്തോണം. ചെയ്യുമെങ്കിൽ ഒന്ന് തമ്പ് ഉയർത്തി കാണിച്ചേ. ഒരാഴ്ചയായിട്ട് ചെയ്യാൻ പറ്റാത്ത കാര്യം 10 മിനിറ്റ് കൊണ്ട് ചെയ്യാന്ന് ഉറപ്പുള്ളവര്. ഓക്കെ, നമ്മള് ക്ലാസ് തുടങ്ങാം. അല്ലാതെ ഇപ്പൊ ടീച്ചറിന് അവിടെ വന്ന് എഴുതിക്കാൻ പറ്റുമോ നിങ്ങളെ? എല്ലാത്തിനും ഒരു പരിമിതി ഇല്ലേ? ഇപ്പൊ എല്ലാം പറഞ്ഞു തരുന്നുണ്ട്, എഴുതി തന്നിട്ടുണ്ട്. ഒന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ബുക്കിലോട്ട് എഴുതി പോസ്റ്റ് ചെയ്യാനേ ഞാൻ പറയുന്നുള്ളൂ. 3rd ക്ലാസ്സിൽ നിങ്ങൾ ഇങ്ങനെയാണ് 4th പോകുമ്പോൾ എന്തായിരിക്കും അവസ്ഥ? ക്വസ്റ്റ്യൻ ആൻസർ പറഞ്ഞ 1 വേർഡ് ക്വസ്റ്റ്യൻ ആൻസറാണ് നിങ്ങൾക്ക് വരുന്നത്. ഒരു ഒറ്റ വാക്ക് എഴുതാനുള്ളൂ. അതുവരെ എടുത്തൊന്നോട്ട് നോട്ട് ബുക്കിലൊക്കെ എഴുതാൻ പറ്റും, സമയമില്ല അല്ലെ? ഇപ്പൊ നമ്മുടെ ഡിസംബർ മാസം തീരാറായി അല്ലെ? നാളെയും കൂടെ ഉള്ളൂ. അപ്പൊ അടുത്ത വർഷത്തിലോട്ട് പോവാ, നമ്മള് 2021 പോവുക. 2020 നമുക്ക് മൊത്തം ലോകം മൊത്തം ആ കലണ്ടർ തന്നെ വെരി ബാഡ് ആയിരുന്നു അല്ലെ? ഒരുപാട് കഷ്ടപ്പാടുകൾ ദുരിതമായി പോയി, പകർച്ചവ്യാധി അല്ലെ? പിന്നെ 2021 നല്ല വർഷമായിരിക്കട്ടെ, നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്ത വർഷം തന്നെ നമ്മുടെ സ്കൂളിന് അംഗീകാരം കിട്ടാൻ വേണ്ടി കൂടി പ്രാർത്ഥിക്കുക. നിങ്ങള് ഇന്നലെ DO വന്നിരുന്നു, നിങ്ങൾ അറിഞ്ഞിരുന്നല്ലോ, എല്ലാം ചെക്ക് ചെയ്ത് പോയിട്ടുണ്ട്. നമുക്ക് 2021 ജൂണിൽ സ്കൂൾ തുറക്കുമ്പോഴേക്കും നമുക്ക് അംഗീകാരം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക കേട്ടോ എല്ലാവരും. അപ്പൊ 2021 ഒരു നല്ല വർഷമാകാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, all of you take your textbook. Jevin Jacob, go wash your face and mouth. Go. Jevin Jacob, go. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് മേരാ വിദ്യാലയ ആ ലെസൺ എടുത്തത്. Is it correct? Yes, okay. മേരാ വിദ്യാലയ, എന്റെ വിദ്യാലയം അല്ലെ, എന്റെ സ്കൂളിനെ കുറിച്ചാണ് നമ്മൾ ആ പാഠത്തിൽ പഠിച്ചത്. കഴിഞ്ഞ ക്ലാസ് അറ്റൻഡ് ചെയ്യാത്തവർ യൂട്യൂബ് ക്ലാസ്സിനും കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം നന്നായിട്ട് വിശദീകരിച്ച് പറഞ്ഞിട്ടുണ്ട് അല്ലെ? അതില് പാഠഭാഗം വായിച്ചു ശബ്ദാർത്ഥം എഴുതാനും പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതെ.
അപ്പൊ എഴുതാത്തവര് ഈ പീരീഡ് കഴിഞ്ഞ പാടെ 10 മിനിറ്റിനുള്ളിൽ എഴുതി പോസ്റ്റ് ചെയ്യണം. ഞാൻ ഇവിടെ ആ എഴുതി പോസ്റ്റ് ചെയ്തവരുടെ പേര് ഇവിടെ എഴുതി വെക്കും. അപ്പം ഇന്ന് ഇനി ക്വസ്റ്റ്യൻ ആൻസർ ആണ്. അത് നിങ്ങൾക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞു തരും. വാട്സപ്പിൽ അത് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് സെൻഡ് ചെയ്ത് തരാം. മിസ് അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് അയച്ചു തരാം പീരീഡ് കഴിഞ്ഞ പാടെ. അപ്പൊ അത് കൂടി എഴുതി വെക്കണം. പ്രശ്നോത്തർ. എന്താണ് പ്രശ്നോത്തർ എന്ന് പറഞ്ഞാൽ? പ്രശ്നം പറഞ്ഞാല് ക്വസ്റ്റ്യൻ, ഉത്തർ എന്ന് പറഞ്ഞാൽ ആൻസർ. പ്രശ്നോത്തർ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ, ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. അതാണ് പ്രശ്നോത്തർ എന്ന് പറഞ്ഞാൽ. फर्स्ट क्वेश्चन, तुम्हारे विद्यालय का नाम क्या है? तुम्हारे विद्यालय का नाम क्या है? तुम्हारा मीन्स നിങ്ങളുടെ, तुम्हारे നിങ്ങളുടെ, വിദ്യാലയ का नाम വിദ്യാലയത്തിന്റെ പേര്, क्या है എന്താണ്? നിങ്ങളുടെ വിദ്യാലയത്തിന്റെ പേര് എന്താണ്? നിങ്ങളുടെ സ്കൂളിന്റെ പേര് എന്താണ്? What is the name of your school? അപ്പൊ നമ്മൾ എങ്ങനെ ആൻസർ എഴുതുക? അവിടെ ക്യാ എന്നുള്ളിടത്ത് മാത്രമേ നമുക്ക് അവിടെ ആൻസർ വരുന്നുള്ളൂ. ബാക്കി എല്ലാ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഫസ്റ്റ് തുമാരെ എന്നുള്ളത് നിങ്ങളുടെ. അപ്പൊ നിങ്ങളുടെ എന്ന് പറയുമ്പോൾ നമ്മൾ ആൻസർ എഴുതുമ്പോൾ എങ്ങനെയാണ്? ഞങ്ങളുടെ എന്ന് പറയണം അല്ലെ? അപ്പൊ ഹമാരെ, ഹമാര പറഞ്ഞ നമ്മുടെ, ഞങ്ങളുടെ, നമ്മളുടെ. ഹമാരെ, തുമാരെ എന്നുള്ളത് ഹമാരെ എന്നായി വരും. ഹമാരെ വിദ്യാലയിക്ക നാം, അത്രയും ക്വസ്റ്റ്യൻ ഉണ്ട് അല്ലേ? ക്യാ എന്നുള്ളിടത്താണ് ടു ലൈക്ക് അംഗ്രേജി സ്കൂൾ ഹേ. ക്യാ എന്നുള്ളിടത്താണ് നമ്മുടെ സ്കൂളിന്റെ പേര് വരുന്നത്. ബാക്കിയെല്ലാം ആ ക്വസ്റ്റ്യൻ തന്നെ ഉണ്ട്. തുമാരെ എന്നുള്ളിടത്ത് ഹമാരെ ചേർക്കുക. ബാക്കി വിദ്യാലയിക്ക നാം ക്വസ്റ്റ്യനിൽ തന്നെ ഇല്ലേ? നിങ്ങൾക്ക് ആൻസർ എഴുതാനുള്ള ട്രിക്ക് പറഞ്ഞു തരാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഹമാരെ വിദ്യാലയിക്ക നാം ടു ലൈക്ക് അംഗ്രേജി സ്കൂൾ ഹേ. ഹേയും അവിടെ ഉണ്ട് അല്ലേ? അതാണ് അതിന്റെ ആൻസർ. മനസ്സിലായോ? ജൂലിയറ്റിന് മാത്രം മനസ്സിലായി. ആദ്യത്തിനും ജൂലിയറ്റിന് മാത്രമേ മനസ്സിലായിട്ടുള്ളൂ. ബാക്കി ആർക്കും മനസ്സിലായില്ല? ഓക്കെ. ഇത് ചോദിച്ച് നിങ്ങളോട് അത് മേടിച്ചെടുക്കണല്ലേ ടീച്ചർ? ഒരു ടീച്ചർ അല്ലെങ്കിൽ മുതിർന്നവര്, ടീച്ചർ, സാറ് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വെച്ചാൽ പെട്ടെന്ന് അതിന്റെ ആൻസർ പറയാൻ നിങ്ങൾ പ്രിപ്പയർ ആവണം എപ്പോഴും. അല്ലാതെ ടീച്ചർ ഒരു 3-4 പ്രാവശ്യം ചോദിക്കാൻ ഇടവരുത്തരുത്. ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലായോ എന്ന് ചോദിച്ചാൽ മനസ്സിലായി എന്നുള്ളത് പെട്ടെന്ന് തമ്പുയർത്തി കാണിക്കണം. അവിടെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ചോദിക്കുന്നത്, വേറെ ആർക്കും അല്ല. അപ്പൊ നിങ്ങൾ തന്നെ പെട്ടെന്ന് ആൻസർ പറയണം. ഓക്കെ, ഇതൊക്കെ നല്ല ശീലങ്ങൾ. അത് രണ്ടാമത്തത് ഇവിടെ കണ്ടോ, ഫസ്റ്റ് കാന്ന് കൊടുത്തു അല്ലെ? നമ്മള് 1 2 3 ക്വസ്റ്റ്യൻ നമ്പർ ഇടുന്ന പോലെ ഇവിടെ ഹിന്ദിയിലത്തെ നമ്പർ ഇട്ടേക്കുന്നത് കാ, സെക്കൻഡ് ഖ. തുമാര വിദ്യാലയ കിത്തനി കക്ഷാ തക് ഹെ? തുമാര എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ, വിദ്യാലയ വിദ്യാലയം, കിത്തനി എന്ന് പറഞ്ഞാൽ ഹൗ മച്ച് എത്ര, കക്ഷ, കക്ഷ മീൻസ് ക്ലാസ്, തക്ക് വരെ, നിങ്ങളുടെ സ്കൂളിൽ എത്രാം ക്ലാസ് വരെയാണ്? നമ്മുടെ സ്കൂളിൽ എത്രാം ക്ലാസ് വരെയാണ്? 7 ആണ് അല്ലെ? അവിടെ എങ്ങനെ എഴുതും? ഹമാര വിദ്യ, തുമാര എന്നുള്ളിടത്ത് ഹമാര വരും. ഓക്കെ, ലിസൺ. ഹമാര വിദ്യാലയ കിത്തനി എന്നുള്ളിടത്താണ് നമുക്ക് ആൻസർ വരേണ്ടത്. ബാക്കിയെല്ലാം ക്വസ്റ്റ്യനാ. കിത്തനി എന്നുള്ളിടത്ത് എത്ര ക്ലാസ് വരെ? 7. 7 എത്ര ഹിന്ദി പറയാ? 7 അല്ലെ? അപ്പം 7ാം ക്ലാസ് വരെ എന്നുള്ളത് സാത്തുവാം കക്ഷ എന്നാ പറയാ, സാത്തുവാം. ഹമാര വിദ്യാലയ സാത്തുവാം കക്ഷ തക് ഹെ. അവിടെ കിത്തനി എന്നുള്ളിടത്ത് സാത്തുവാം. ഇത്രയേ ഉള്ളൂ ആൻസർ അവിടെ. ഗൈസ് ലിസൺ ഹിയർ, ലിസൺ. രണ്ടെണ്ണത്തിന്റെ ആൻസർ അല്ലേ? ഗ, विद्यालय में प्रार्थना कहाँ होती है? विद्यालय में, വിദ്യാലയത്തിൽ, പ്രാർത്ഥന, പ്രാർത്ഥന രാവിലത്തെ പ്രാർത്ഥന ഇല്ലേ, പ്രയർ. കഹാം, വേർ, എവിടെ? വിദ്യാലയത്തിലെ, നമ്മുടെ സ്കൂളിലെ പ്രാർത്ഥന എവിടെയാണ് നടത്തുന്നത്? ഓഫീസിലാണോ? നോ. ബാത്റൂമിലാണോ? ടോയ്ലറ്റിലാണോ? നോ, അല്ല. എവിടെയാണ്?
കഹാം എന്നുള്ളടത്ത് എന്താ ആൻസർ എഴുതാ? മഞ്ച് അല്ലേ? മഞ്ച് പറഞ്ഞ സ്റ്റേജ്. മഞ്ച് पर है. എന്താ ആൻസർ എഴുതുക? വിദ്യാലയമേ ക്വസ്റ്റ്യൻ തന്നെ. വിദ്യാലയമേ പ്രാർത്ഥന മഞ്ച് पर होती है. സ്റ്റേജിലാണ് വിദ്യാലയ സ്കൂളിൽ പ്രാർത്ഥന നടത്തുന്നത് അല്ലേ? അവിടെ ആൻസർ കഹാം എന്നുള്ളടത്ത് മഞ്ച് पर, സ്റ്റേജിൽ, സ്റ്റേജിന്റെ മുകളിൽ. മഞ്ച് पर എന്ന് മാത്രമേ ആൻസർ ഉള്ളൂ. ബാക്കി എല്ലാം ക്വസ്റ്റ്യൻ തന്നെ എടുത്ത് എഴുതേണ്ടതാണ്. ഖ प्रार्थना के बाद व्यायाम क्यों होता है? प्रार्थना के बाद പറഞ്ഞ ശേഷം, പ്രാർത്ഥനയ്ക്ക് ശേഷം വ്യായാമം കൊണ്ട് എന്താണ് നമുക്ക് കിട്ടുന്നത്? വ്യായാമം എന്തിനാണ് വ്യായാമം ചെയ്യുന്നത് പ്രാർത്ഥനയ്ക്ക് ശേഷം? ക്യോ എന്ന് പറഞ്ഞ എന്തുകൊണ്ട്, എന്തിന്, എന്തിനാ? നമുക്ക് എനർജറ്റിക് ആവാൻ അല്ലെ, നമ്മളെല്ലാരും ഒന്ന് ഉഷാറാവാൻ അല്ലെ? ഇങ്ങനെ എഴുതും അത്. പ്രാർത്ഥന കെ ബാദ് ക്വസ്റ്റ്യൻ തന്നെ എഴുതുന്നു. പ്രാർത്ഥന കെ ബാദ് വ്യായാം അക്യോ എന്നുള്ളിടത്താണ് നമ്മുടെ ആൻസർ വരുന്നത്. എന്താ നമ്മൾ പഠിച്ചത്? പ്രാർത്ഥന കെ ബാദ് വ്യായാം. ഇവിടെ നമ്മളത് പഠിച്ചത് പ്രാർത്ഥന കെ ബാദ് 10 മിനിറ്റ് തക്ക് വ്യായാം ഹോത്താ ഹെ പഠിച്ചില്ലേ? प्रार्थना के बाद व्यायाम से सभी छात्र चुस्त हो जाता है അല്ലേ? എല്ലാ സഭി ഛാത്ര പറഞ്ഞ എല്ലാ കുട്ടികളും ചുസ്ത് ഹോ ജാത്തെ ഹെ, എന്താണ്? നല്ല ഉഷാറായിട്ട് വരുന്നു. ചുസ്ത് ഹോ എന്ന് പറഞ്ഞ ചുസ്ത് ഹോ എന്ന് പറഞ്ഞ ഉഷാറായിട്ട് വരിക, എനർജറ്റിക് ആയിട്ട് വരിക അല്ലേ? എങ്ങനെ ആൻസർ വരിക ശ്രദ്ധിച്ചേ. പ്രാർത്ഥന കെ ബാദ് വ്യായാം സേ, വ്യായാമം കൊണ്ട്, സേ വ്യായാമം സേ സഭി ഛാത്ര എല്ലാ കുട്ടികളും ചുസ്ത് ഹോ ജാത്തെ ഹെ, അല്ലെ ഉഷാറായിട്ട് വരുന്നു. നെക്സ്റ്റ് അല്ലെ ആക്റ്റീവായിട്ട് വരുന്നു പറഞ്ഞ, എനർജറ്റിക് ആയിട്ട് ആക്റ്റീവായിട്ട് വരുന്നു, പഠിക്കാൻ റെഡി ആയിട്ട് വരുന്നതാ പറഞ്ഞ വ്യായാമം കൊണ്ട്. നെക്സ്റ്റ് നോക്കിയോ. തുമാരാ വിദ്യാലയ ക്യോ പ്രസിദ്ധ ഹേ? നിങ്ങളുടെ വിദ്യാലയം, നിങ്ങളുടെ സ്കൂള് എന്തിനൊക്കെയാണ് പ്രസിദ്ധി ആർജിച്ചത്? നമ്മൾ പറയില്ലേ ആ സ്കൂള് പിന്നെ എന്നതെല്ലാം കൊണ്ട് പ്രസിദ്ധി ആർജിച്ചാണ് അല്ലെ? അല്ലെങ്കിൽ അവിടെ നമ്മുടെ ട്രൂ ലൈറ്റിൽ എന്താ പറയാനുള്ളത്? പഠിപ്പിക്കുന്ന കാര്യത്തിലല്ല, ടീച്ചേഴ്സിന്റെ കാര്യത്തിൽ അല്ലെ, പഠിപ്പിക്കുന്ന കാര്യത്തില് അല്ലെ, കളികൾ അല്ലെ, സ്പോർട്സ് അല്ലെങ്കിൽ നമ്മുടെ ഡാൻസ്, പാട്ട്, ഇങ്ങനത്തെ അല്ലെ കായികമായിട്ടുള്ള എല്ലാ തരത്തിലും നമ്മുടെ സ്കൂള് നല്ലതാ അല്ലേ? ആണോ? നിങ്ങളുടെ സ്കൂള് നല്ലതാണോ? നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ യെസ് എന്ന് പറയാ. അപ്പൊ അതാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനെ ആൻസർ എഴുതുക. ഹമാര വിദ്യാലയ അക്യോ എന്നുള്ളിടത്താണ് ആൻസർ എഴുതേണ്ടത്. ഹമാര വിദ്യാലയ खेल कूद और पढ़ाई दोनों के लिए प्रसिद्ध है അല്ലേ? കളിക്കുന്നതിനും പഠിക്കുന്നതിനും രണ്ടിനും ഒരുപോലെ പേര് കേട്ടതാണെന്ന് പറയും അല്ലെ? പ്രസിദ്ധി ആർജിച്ചതാണ്. അതാണ് ആൻസർ. നെക്സ്റ്റ് നോക്കിയേ. अपनी कक्षा अध्यापिका के विषय में 5 पंक्तियां लिखो. അപ്പനി എന്ന് പറഞ്ഞാൽ തന്റെ, തങ്ങളുടെ. കക്ഷ മീൻസ് ക്ലാസ്, അധ്യാപിക മീൻസ് എന്താ? കക്ഷ അധ്യാപിക പറഞ്ഞ ക്ലാസ് ടീച്ചർ, കക്ഷ പറഞ്ഞ ക്ലാസ്, അധ്യാപിക ടീച്ചർ, ക്ലാസ് ടീച്ചറിന്റെ. അത് നിങ്ങൾ ക്ലാസ് ടീച്ചറിനെ കുറിച്ച് ഒരു 5 വാക്യം എഴുതാന്, ഒരു 5 സെന്റൻസ് എഴുതാനാ പറയുന്നത്. നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ആരാണ്? ആദിത് പ്ലീസ് അൺമ്യൂട്ട്. ക്ലാസ് ടീച്ചർ ആരാണ്? Who's your class teacher? Name please. അറിയോ ക്ലാസ് ടീച്ചർ ആരാന്ന്? ഇപ്പൊ ജിഷ മിസ് ആണ് അല്ലെ? എപ്പോഴും നമ്മള് ക്ലാസ് ടീച്ചർ ആരാന്ന് പറയാ, പേര് കൂടുമ്പോ ടീച്ചറിനെ ആ ബഹുമാനത്തോടു കൂടി പറഞ്ഞു. എങ്ങനെയാ പറയാ? ജിഷ മിസ് അല്ലെ? അങ്ങനെയാണ് നമ്മൾ പറയാം. അതെ, ജിഷ മിസ് അല്ലെ ജിഷ മേഡം അല്ലെ ജിഷ ടീച്ചർ, അങ്ങനെ പറയണം കേട്ടോ. നല്ല കുട്ടികളായിട്ട് നമ്മൾ ഓരോ ദിവസവും ഓരോന്ന് പഠിച്ചു വരണ്ടേ?
അല്ലെ ബഹുമാനം കൊടുക്കണം ടീച്ചർ പറയുമ്പോ അല്ലേ? അതെ. അപ്പൊ അതായി. എന്നാ നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനെ കുറിച്ച് ഒരു 5 സെന്റൻസ് എഴുതാനാ പറഞ്ഞത്. നിങ്ങളുടെ ക്ലാസ് ടീച്ചറിനെ കുറിച്ച് എനിക്ക് പറഞ്ഞു തരാൻ അറിയോ? നിങ്ങൾക്കല്ലേ അറിയുള്ളൂ. അപ്പൊ അത് നിങ്ങൾ സ്വന്തമായിട്ട് എഴുതണം. എന്താ? നിങ്ങൾക്ക് തന്നെ എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ എന്തൊക്കെയാ എഴുതേണ്ടത്? ആദ്യം നിങ്ങളുടെ ക്ലാസ് ടീച്ചർ ആരാന്ന് എഴുതണം. പിന്നെ ടീച്ചർ നിങ്ങൾക്ക് എങ്ങനെയൊക്കെ ഉപകാരപ്പെടുന്നു, എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നു, അതൊക്കെയാണ് നിങ്ങൾ എഴുതേണ്ടത്. നിങ്ങൾ ഏത് സബ്ജക്റ്റ് പഠിപ്പിക്കുന്നു, ഇതൊക്കെയാണ് എഴുതേണ്ടത്. തന്നെ എഴുതണം, കണ്ടുപിടിക്കണം നിങ്ങൾ കേട്ടോ. ഓക്കെ. അപ്പം ഇത് മിസ് ഈ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പറഞ്ഞത്, പ്രശ്നോത്തരം പറഞ്ഞത് മനസ്സിലാവാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇപ്പൊ ഇത് 1 വേർഡ് ക്വസ്റ്റ്യൻ ആൻസർ ആണ് അല്ലേ? ഒറ്റ വാക്കേ ആൻസർ ഉള്ളൂ. ബാക്കിയല്ല എങ്ങനെ എഴുതേണ്ടത്? നിങ്ങൾക്ക് എക്സാമിന് ആൻസർ വരുമ്പോൾ ഒരു ട്രിക്ക് പറഞ്ഞു തരുന്നതാണ്, ശ്രദ്ധിച്ചിരിക്കുക. മുഴുവനും ക്വസ്റ്റ്യനും ഉണ്ടല്ലോ അവിടെ. ഒരു ക്യാ അല്ലെങ്കിൽ ക്യോ, ഇതൊക്കെ അവിടെ ക്വസ്റ്റ്യൻ ആയിട്ട്, ക്വസ്റ്റ്യൻ നെയിം എന്ന് പറയും. അതായത് ആ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന വാക്ക് അവിടെയാണ് നിങ്ങൾ ഒറ്റ വാക്കിൽ ഉത്തരം എഴുതേണ്ടത്. ബാക്കിയെല്ലാം ടെക്സ്റ്റ് ബുക്കിലുള്ളതുപോലെ നോക്കി എഴുതി ആ ക്വസ്റ്റ്യൻ മാർക്ക് ഉള്ളിടത്ത് ആൻസർ ഫില്ല് ചെയ്യുക. ബാക്കി ലാസ്റ്റ് ഹേ എന്നാണെങ്കിൽ ഹേ, ഥായാണെങ്കിൽ ഥാ, ഫുൾ സ്റ്റോപ്പ്. ഇത്രയേ ഉള്ളൂ. ഈസിയാ ഹിന്ദിയിൽ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ 3ാം ക്ലാസ്സിലൊക്കെ. അജിസൽ കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം എക്സാമിന് അവൻ ക്വസ്റ്റ്യൻ നമ്പർ മാത്രം ഇട്ട് വെച്ചു. ജസ്റ്റ് നിങ്ങൾ ആ ക്വസ്റ്റ്യൻ എങ്കിലും എഴുതി വെച്ചത്. ക്വസ്റ്റ്യൻ എന്നല്ല, പകുതി എങ്കിലും എഴുതി. ആ ക്വസ്റ്റ്യൻ അത് ക്യാന്നുള്ളിടത്തും വരെ എഴുതിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരു മാർക്കും കിട്ടിയത്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒന്നും എഴുതാതെ നമ്പർ മാത്രം ഇട്ട് വെച്ചു. ശ്രദ്ധിക്കണം കേട്ടോ മോൻ ഇപ്രാവശ്യമെങ്കിലും. ഓക്കെ അല്ലെ? എന്താണ് അൺമ്യൂട്ട് ചെയ്തേ? ഞാൻ ഇപ്പോഴായിരുന്നു കേറിയേ. അതെന്താ ലേറ്റ് ആയേ? അയ്യാറില്ലേ? ഇപ്പോഴാണ് അമ്മ വന്ന് വിളിച്ചത്. ഞാൻ ഉറക്കമായിരുന്നു. ഇതാണ് സത്യം. അലൻ മാത്യു യൂട്യൂബ് ക്ലാസ് കാണണം. ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യണം. അലൻ മാത്യു ഹോംവർക്ക് ചെയ്തിട്ടുണ്ടോ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ? എഴുതി പോസ്റ്റ് ചെയ്തിരുന്നോ? ചെയ്തില്ലെങ്കിൽ, ഏതെങ്കിലും വർക്ക് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ പീരീഡ് കഴിഞ്ഞ പാടെ 10 മിനിറ്റിനുള്ളിൽ നിങ്ങൾ എഴുതി പോസ്റ്റ് ചെയ്യണം കേട്ടോ. അലൻ മാത്യു എന്താ ചെയ്യേണ്ടത്? എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റില്ല, ക്ലാസ് നമുക്ക് ഇപ്പൊ സമയം തീരാനാവൂലേ. അപ്പൊ റിപ്പീറ്റ് ചെയ്യില്ല. അലൻ മാത്യു യൂട്യൂബ് ക്ലാസ് കാണണം. ഓക്കെ ഓക്കെ. ഇന്നിപ്പോ ആ പാഠത്തില് ഇനി ബാക്കി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്തു അല്ലേ? നെക്സ്റ്റ് ലാൽ കില, ഇന്ത്യ ഗേറ്റ്, ചാർമിനാർ, കുത്തബ് മിനാർ, താജ്മഹൽ, രാജ്ഭവൻ, അത് വർക്ക് ചെയ്തു. നെക്സ്റ്റ് നോക്കിയേ, നാം ലിഖോ, പേര് എഴുതണം എന്നാ പറഞ്ഞത്. റൈറ്റ് നെയിംസ്. फर्स्ट वन का अपने विद्यालय के 2 अध्यापक या अध्यापकों के नाम. അധ്യാപികയോ അല്ലെങ്കിൽ ടീച്ചറോ സാറോ അല്ലെ? യാ എന്ന് പറഞ്ഞ ഓർ അല്ലെങ്കിൽ ആൻഡ് എന്നുള്ളതൊക്കെ. നിങ്ങളുടെ വിദ്യാലയത്തിലെ, നിങ്ങളുടെ സ്കൂളിലെ 2 ടീച്ചറിന്റെയോ സാറിന്റെയോ പേര് നിങ്ങൾ അവിടെ എഴുതുക. അവരുടെ നെയിം മാത്രം എഴുതിയാൽ മതി. ഒത്തിരി ടീച്ചേഴ്സും സാറും ഇല്ലേ? സാറില്ല അല്ലെ കൂടുതലായിട്ട്, അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾ ടീച്ചേഴ്സ് ആണെങ്കിൽ ഏതെങ്കിലും എഴുതിയാൽ മതി. ഏതെങ്കിലും 2 പേരുടെ പേര്, 2 ടീച്ചേഴ്സിന്റെ പേര് എഴുതുക എന്നാ പറയുന്നത്. നെക്സ്റ്റ് ഖ अपनी कक्षा के 2 छात्र या छात्राओं के नाम. നിങ്ങളുടെ ക്ലാസ്സിലെ 2 കുട്ടികളുടെ പേര് എഴുതണം. നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ട്സിന്റെ പേര് എഴുതിയാൽ മതി. അത് നിങ്ങൾ അവിടെ എഴുതണം. अपने विद्यालय के प्रधानाचार्य या प्रधानाचार्य
രണ്ടും അത് തന്നെയാണ്. പ്രധാനാചാരി ഖാന. അതെന്താ പറഞ്ഞറിയാം? നമ്മുടെ സ്കൂളിൽ ചിലപ്പോ ഹെഡ് മാഷും ഹെഡ് മിസ്ട്രസും ഉണ്ടാവും അല്ലെ? ഉണ്ടാവാം. അപ്പം നമുക്കിവിടെ പ്രിൻസിപ്പാൾ ആണ് അല്ലെ നമ്മുടെ സ്കൂളില്. നമ്മളൊക്കെ പഠിക്കുമ്പോൾ ഹെഡ് മാഷ് അല്ലെങ്കിൽ ഹെഡ് മിസ്ട്രസ് എന്നാ പറയാ. അപ്പം നിങ്ങളുടെ സ്കൂളിലെ പ്രധാനാചാര്യന്റെ അതായത് പ്രിൻസിപ്പാളിന്റെ പേര് എഴുതാനാ പറയുന്നത് ഇവിടെ. എഴുതില്ലേ? എഴുതി പോസ്റ്റ് ചെയ്യാ. തെറ്റാണെങ്കിൽ മിസ് കറക്റ്റ് ചെയ്ത് എഴുതി ശരിയാക്കി തരാം കേട്ടോ. അപ്പൊ അതാണ് നമ്മുടെ പാഠ് 12 ഫുൾ വർക്കും തീർന്നു. നന്നായിട്ട് വായിക്കാം. നമ്മുടെ ലെസൺ എല്ലാം കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് റിവിഷൻ ചെയ്യാം. ഇപ്പൊ റിവിഷൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ കാത്തിരിക്കരുത്. ഇപ്പൊ ചെയ്യേണ്ട കാര്യം പറയുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ബുക്കിൽ വർക്ക് എല്ലാം കംപ്ലീറ്റ് ആക്കി വെക്കുക. റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ നോട്ട് ബുക്കും ടെക്സ്റ്റ് ബുക്കും നന്നായിട്ട് വായിക്കാം. ഇന്ന് പഠിപ്പിച്ചതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇപ്പൊ ഒന്നുമില്ല അല്ലെ? ഈസിയാണ്. നെക്സ്റ്റ് പാഠത്തിലത് മിസ്സിന്റെ കയ്യിൽ ആ പേജേ ഇല്ല. മിസ്സിന്റെ പഴയ ബുക്കാണ് കണ്ടോ? അപ്പൊ അതിൽ ആ പേജ് ഇല്ല. നമ്പേഴ്സാ വന്നിരിക്കുന്നല്ലേ? മിസ് എന്നത് എടുത്തോട്ടെ. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരിയോട് ചോദിച്ചിട്ട് അതൊക്കെ എടുത്തു വെച്ചു. ഒന്ന് ചിരിക്കുന്നുണ്ട്, ഞാൻ കണ്ടു. നമ്പേഴ്സ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ? എവിടം വരെ എത്തി നമ്പേഴ്സ്? ജൂലിയറ്റ്, നമ്മൾ ആദ്യം തന്നെ നമ്പേഴ്സ് അല്ലേ പഠിച്ചത്? നമ്മൾ എവിടം വരെ പഠിച്ചു? 10 വരെ. 10 വരെ നമ്മൾ നമ്പേഴ്സ് പഠിച്ചുള്ളൂ? ഈ പാഠത്തിൽ ആ പാഠത്തിലല്ല, ജെവിൻ പറയുന്ന പറഞ്ഞ. ജെവിൻ എത്ര വരെ നമ്മൾ നമ്പേഴ്സ് പഠിച്ചു? 20 എനിക്ക് 20 കാണാണ്ട് പറയാൻ അറിയാം. വെരി ഗുഡ്. 25 വരെ പഠിച്ചില്ല നമ്മള്? പഠിച്ചെന്ന് തോന്നുന്നല്ലോ, അല്ലെങ്കിൽ സെക്കൻഡ് ക്ലാസ്സിലാണെന്നോ, അല്ലെ 20 വരെ ആയിരിക്കും അല്ലെ? ഓക്കെ, നമുക്ക് പഠിക്കാം. നമ്പേഴ്സ് പഠിക്കാൻ ഈസിയാണ് അല്ലെ? ബൈ ഹാർട്ട് ആക്കി ഈസിയാണ്. അപ്പം നമ്പേഴ്സ് ആണ്, ഗിൻതി എന്ന് പറയും നമ്പേഴ്സിന്. നിങ്ങൾ പാഠം എടുത്തോ? ഫസ്റ്റ് 10 വരെ നമ്പേഴ്സ് അറിയെങ്കിലൊന്ന് പറഞ്ഞേ. ആർക്ക് പറയാം? 10 വരെ നമ്പേഴ്സ് പറയാൻ റെഡി ആയിട്ടുള്ളവരാരാണ്? ആരുമില്ല? ജെവിൻ പറയും. പ്ലീസ് അൺമ്യൂട്ട്. 1 2 3 4 5 6 7 8 9 10. ഓക്കെ, വെരി ഗുഡ്. ബാക്കി 11 12 13 14 15 16 17 18 19 20 ഇതാണ് 20 വരെയുള്ളത് അല്ലേ? മിസ് ഇച്ചിരി കഷ്ടപ്പെടുന്നുണ്ട് ആ പേജ് എടുക്കാൻ. എടുത്തോട്ടെ. ഓക്കെ, ലിസൺ. ഗിൻതി പാട്
15 കഴിഞ്ഞ അടുത്ത നമ്പർ എത്രയാണ്? 15 സോലഹ് അല്ലേ? സോലഹാണ്. ഇപ്പൊ ഒന്ന് ജസ്റ്റ് വായിച്ചുതരാം. ഫസ്റ്റ് പേജ്. ഗിൻതി ഗിൻതി സീഖോ. എന്താണ്? നമ്പേഴ്സ് മനസ്സിലാക്കുക. ലേൺ നമ്പേഴ്സ്. ഇംഗ്ലീഷിൽ 1 2 3 10 വരെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ബുക്കിൽ ശ്രദ്ധിച്ചേ, ടെക്സ്റ്റ് ബുക്ക് ശ്രദ്ധിച്ചേ. ഇംഗ്ലീഷിൽ 1 2 3 10 വരെ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഹിന്ദിയിൽ കണ്ടോ നമ്പേഴ്സ് എഴുതിയത്? ഹിന്ദിയിലെ നമ്പേഴ്സ് കണ്ടോ അവിടെ? അതിന്റെ ഇടയിൽ അതാണ് ഹിന്ദിയിൽ 10 വരെയുള്ള നമ്പേഴ്സ്. എഴുതി പഠിച്ചോ കേട്ടോ. നമുക്ക് ആവശ്യമില്ല എന്നാലും മനസ്സിലാക്കിയിരിക്കാം. നെക്സ്റ്റ് ഇംഗ്ലീഷിൽ 1 2 3 സ്പെല്ലിംഗ് തന്നെ അല്ലേ? നമ്പേഴ്സ് നെയിം തന്നെ കൊടുത്തിട്ടുണ്ട് 10 വരെ. അത് കഴിഞ്ഞിട്ട് ഹിന്ദിയിൽ എങ്ങനെയാ? 1 2 3 4 5 ചഹ്. ചഹ് എന്ന് എഴുതാം, ചാന്ന് എഴുതിയിട്ട് 2 ഡോട്ടും ഇടാം. ചഹ് 7 8 9 10. ഇതാണ് ഹിന്ദിയിൽ. നിങ്ങള് നോട്ട് ബുക്കിൽ ഇത് പാഠത്തിന്റെ പേരെഴുതണം, ഇത് ലൈൻ വരയ്ക്കണം, ഇംഗ്ലീഷിലെ നമ്പേഴ്സ് എഴുതണം, ഹിന്ദിയിലെ നമ്പേഴ്സ് എഴുതുക. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിൽ അവിടെ ഈ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നില്ലേ, അതുപോലെ നിങ്ങളൊന്ന് നോട്ട് ബുക്കിലോട്ട് പകർത്തി എഴുതണം കേട്ടോ. നല്ല രസമല്ലേ? ലൈൻ വരച്ച് അതിന്റെ ഇടയിൽ ഇംഗ്ലീഷ്. കൈസ് മുഹമ്മദ്, ലിസൺ ഹിയർ, ലിസൺ. ഇപ്പം 1 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് അവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇംഗ്ലീഷിലുണ്ട്, ഹിന്ദിയിലും ഉണ്ട്, പിന്നെ ഇംഗ്ലീഷ് നമ്പർ നെയിംസ് കൊടുത്തിട്ടുണ്ട്, ഹിന്ദിയിലും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് അത് കഴിഞ്ഞ് ലാസ്റ്റ് എന്താ? കൗണ്ട് ദ ബോൾസ്. അവിടെ കൗണ്ട് ചെയ്യാ. 1 എന്ന് പറയുമ്പോൾ 1 ബോള്, 2 2, 3 എന്ന് പറഞ്ഞ 3, അങ്ങനെ അത് 10 വരെ ഉണ്ട്. നിങ്ങൾ അതൊന്ന് എണ്ണി നോക്കുക. ഇപ്പം 3ാം ക്ലാസ്സിൽ എത്തിയല്ലേ നമ്മള്. അപ്പം 1 2 3 4 5 ഇങ്ങനെ 10 വരെ ഉണ്ട്. അമ്മ വിചാരിക്കും ഇവിടെ എന്ത് LKG പഠിക്കുവാണോ എന്നല്ലേ? രസമല്ലേ? എണ്ണിക്കോട്ടെ 10 വരെ. താഴെ കണ്ടോ ഗിൻതി കരോ, അതും അവിടെ നിങ്ങൾ കൗണ്ട് ചെയ്യാനാ പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അപ്പൊ എങ്ങനെയാ? 1 2, ഹിന്ദിയിൽ വായിക്കണം കേട്ടോ. 1 2 3 4 5 6 7 8 9 10. ഇത് നോട്ട് ബുക്കിലോട്ട് പകർത്തി എഴുതുക. ഓക്കെ, എന്നിട്ട് ഡേറ്റ് ഇടുക, എന്നിട്ട് പകർത്തി എഴുതുക. ഓക്കെ, അറ്റൻഡൻസ് എടുത്തോട്ടെ. ഹസ്ന, സിദ്ധാന്ത്, കൈസ്, ഏഞ്ചൽ. കൈസ് ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നേ ഇല്ല, എവിടെ നോക്കിയിരിക്കുന്നേ? നമ്മുടെ ഹിന്ദിയിലെ ടെക്സ്റ്റ് ബുക്കിലത്തെ ക്ലാസ് ശ്രദ്ധിച്ചാൽ തന്നെ ബൈഹാർട്ട് ആക്കാം നിങ്ങൾക്ക്. എവിടെയോ ശ്രദ്ധിച്ചോണ്ടിരിക്കുക. ഏഞ്ചൽ റോസ്, നിഹാര രാജേഷ്, സൽന, ആദിത്, നജ ഫാത്തിമ, ജൂലിയറ്റ്, നിദ ഫാത്തിമ, ആവണി, എഡ്വിൻ, അലൻ മാത്യു, ഷഹ്മാവി, ബെനീറ്റ, ജെവിൻ ജേക്കബ്, അജ്സൽ, ആസിയ സഫ, തോഷിൽ, നിദ ഫാത്തിമ. അറ്റൻഡൻസ് കിട്ടാത്തവരെങ്കിലും ഉണ്ടോ? ജെവിനെ വിളിച്ചില്ലേ? ജെവിൻ ജേക്കബ്. എന്താ ജെവിൻ അങ്ങോട്ട് ചെയ്യാൻ? നമ്പർ എഴുതാൻ ഇംഗ്ലീഷും ഹിന്ദിയും കൂടി എഴുതണോ? എഴുതിക്കോ, നല്ല ഭംഗിയല്ലേ? ലൈനൊക്കെ വരച്ചിട്ട് അവിടെ ഫസ്റ്റ് 1 2 3 10 വരെ എഴുതാം. ഈ പേജ് ഫുൾ എഴുതാണ്. നല്ല ഭംഗിയല്ലേ കാണാൻ അല്ലേ? ഗിൻതി സീഖോ എന്ന് എഴുതുക, പാഠത്തിന്റെ പേര് എഴുതുക, എന്നിട്ട് ഡേറ്റ് ഇടുക, എന്നിട്ട് ലൈൻ വരച്ചു കൊടുക്കുക. ആദ്യം 1 2 3 10 വരെ എഴുതുക. രണ്ടാമത് എന്താ കൊടുത്തിരിക്കുന്നേ? ഹിന്ദിയിൽ നമ്പേഴ്സ് കൊടുത്തു അല്ലെ? 1 2 10 വരെ. അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷിൽ നമ്പർ നെയിംസ് കൊടുത്തു, അത് എഴുതുക. ലാസ്റ്റ് 4 ലൈൻ വരച്ചാൽ മതിയാവുമായിരിക്കും താഴോട്ട്. എന്നിട്ട് ലാസ്റ്റ് ഹിന്ദിയിലും എഴുതുക.
സെൽന അൺമ്യൂട്ട് ചെയ്യാം. മിസ്സേ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോട്ടോട്ട് എഴുതണോ? എഴുതണം. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എഴുതണം. മിസ് അത് വാട്സപ്പ് ചെയ്ത് തരാം. പിന്നെ ഹോംവർക്ക് ചെയ്യാത്തവരൊക്കെ ബുക്ക് കംപ്ലീറ്റ് ചെയ്യണേ. സാറ് പറഞ്ഞില്ലേ വീടുകളിൽ വരുന്നുണ്ടെന്ന്. നമ്മൾ വരും, ഓരോ ടീച്ചേഴ്സ് വരും. അപ്പൊ ബുക്ക് കംപ്ലീറ്റ് ആവണം കേട്ടോ, അല്ലെങ്കിൽ മിസ് നല്ലോണം വഴക്ക് പറയും വീട്ടിൽ വന്നിട്ട്. മോശമല്ലേ അമ്മയുടെ മുമ്പ് വഴക്ക് കിട്ടുന്നത്? ഇപ്പൊ ഹിന്ദി വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്യാം. പിന്നെ വേറെ അല്ല, ഈ ക്ലാസ് കഴിഞ്ഞ പാടെ നിങ്ങൾക്ക് ചായ കുടിച്ചിട്ട് 3/4 മണിക്കൂറില്ലേ, 45 മിനിറ്റ് ഉണ്ട്. അപ്പം ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ തന്നെ എഴുതാൻ സമയമുണ്ടല്ലോ. ഇതിന് അമ്മയുടെ അച്ഛന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ, തന്നെ എഴുതാൻ പറ്റുന്നതല്ലേ, നോക്കി എഴുതേ വേണ്ടു. അത് അവിടെ വെക്കും ഒരാഴ്ചത്തേക്ക് അല്ലേ. ഇപ്പം വേറെ ഒന്നുമില്ല ഉണ്ടോ? ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. കൈസിന് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കട്ടെ. ക്ലാസ്സിൽ ഒരു പിടി ക്ലാസ്സിൽ ശ്രദ്ധിച്ചിട്ടില്ല അവൻ. വേറെ എന്തെങ്കിലും മനസ്സിലാവായിക്കുണ്ടോ ക്ലാസ്സില്? വായിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് എന്നെ വിളിച്ച് ചോദിക്കുക എങ്ങനെയാ വായിക്കുക എന്നുള്ളത്. ഒന്നും വിചാരിക്കൊന്നും വേണ്ട. ഓക്കെ, എന്നാ വൈൻഡപ്പ് ചെയ്യട്ടെ ക്ലാസ്. ഓക്കെ, സി യു നെക്സ്റ്റ് പീരീഡ്. ബൈ.